ഒന്നാമത്തെ ചോദ്യം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ആരുടെ വാക്കുകളാണിത്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ആരുടെ വാക്കുകളാണിത്? ഡി. മഹാത്മാഗാന്ധി. രണ്ടാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. സി. നവംബർ 26. മൂന്നാമത്തെ ചോദ്യം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. 2. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. 3. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. 4. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. എ 1ഉം 3ഉം. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. 3. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. നാലാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഡി. കളവങ്കോട്. അഞ്ചാമത്തെ ചോദ്യം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. 2. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. 3. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. 4. വില്ലുവണ്ടി യാത്ര നടത്തി. സി. 1ഉം 3ഉം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. 3. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ആറാമത്തെ ചോദ്യം. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. 1. ലണ്ടൻ മിഷൻ സൊസൈറ്റി. 2. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 3. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 4. മുസ്ലിം ഐക്യ സംഘം. എ 1ഉം 3ഉം. 1. ലണ്ടൻ മിഷൻ സൊസൈറ്റി. 3. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഏഴാമത്തെ ചോദ്യം. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. 1. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2. അയ്യങ്കാളി. 3. വൈകുണ്ഠസ്വാമികൾ. 4. ശ്രീനാരായണ ഗുരു. എ. സമത്വ സമാജം. ബി. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. സി. സാധുജന പരിപാലന യോഗം. ഡി. കേരള മുസ്ലിം ഐക്യസംഘം. ബി. 1 ഡി, 2 സി, 3 എ, 4 ബി. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എട്ടാമത്തെ ചോദ്യം. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. സി. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. സി. പ്രാഥമിക മേഖല. 10ാമത്തെ ചോദ്യം. 2011-2012 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. 2011-2012 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. ഡി. ഹിമാചൽ പ്രദേശ്. 11ാമത്തെ ചോദ്യം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക.
1 ഒന്നാം പഞ്ചവത്സര പദ്ധതി, 2 രണ്ടാം പഞ്ചവത്സര പദ്ധതി, 3 മൂന്നാം പഞ്ചവത്സര പദ്ധതി, 4 നാലാം പഞ്ചവത്സര പദ്ധതി. എ സ്വാശ്രയത്വം, ബി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, സി വ്യാവസായിക വികസനം, ഡി ഭക്ഷ്യ സ്വയം പര്യാപ്തത. സി 1B, 2C, 3D, 4A. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. 12ാമത്തെ ചോദ്യം, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. 1 UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. 2 സാംസ്കാരിക വൈവിധ്യം, 3 ആയുർദൈർഘ്യം, 4 അഴിമതിരഹിത ഭരണം. സി 1ഉം 3ഉം. 1 UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്, 3 ആയുർദൈർഘ്യം. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. സി മിന്നുമണി. 14ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. സി മഹൽവാരി വ്യവസ്ഥ. 15ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. 1 കരിമ്പ്, 2 തേയില, 3 ചണം, 4 ഗോതമ്പ്. എ പഞ്ചാബ്, ബി ബംഗാൾ, സി ഉത്തർപ്രദേശ്, ഡി അസം. ബി 1C, 2D, 3B, 4A. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില അസം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, 2 സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, 3 പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, 4 വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഡി 4 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. 17ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 18ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാര്? ഡി സർദാർ വല്ലഭായ് പട്ടേൽ. 19ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഡി സോവിയറ്റ് യൂണിയൻ. 20ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബി ധവള വിപ്ലവം. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത്. ഡി സ്വത്തവകാശം. 22ാമത്തെ ചോദ്യം, 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യമേത്? 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യമേത്? 1 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 2 പൊതുമുതൽ സംരക്ഷിക്കുകയും
അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. 3. തുല്യ ജോലിക്ക് തുല്യവേതനം. 4. കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. സി. 1 മാത്രം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 23-ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? സി. ഡോക്ടർ BR അംബേദ്കർ. 24-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? എ. പാർലമെന്റ്. 25-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാര്? ബി. ഭരണഘടനാ നിർമ്മാണ സഭ. 26-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? എ. കോട്ടയം. 27-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബി. ജോൺ ജോസഫ് മർഫി. 28-ാമത്തെ ചോദ്യം. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? സി. കൊല്ലം. 29-ാമത്തെ ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ബി. NW3. 30-ാമത്തെ ചോദ്യം. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? എ. ഉത്തരായന രേഖ. 31-ാമത്തെ ചോദ്യം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? ബി. സൈലന്റ് വാലി. 32-ാമത്തെ ചോദ്യം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഡി. ചാലക്കുടി പുഴ. 33-ാമത്തെ ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സി. ശബരിഗിരി. 34-ാമത്തെ ചോദ്യം. ഏത് രാജ്യവുമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഡി. ബംഗ്ലാദേശ്. 35-ാമത്തെ ചോദ്യം. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? ബി. എക്കൽ മണ്ണ്. 36-ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഡി. ആനമുടി. 37-ാമത്തെ ചോദ്യം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? എ. പാക് കടലിടുക്ക്. 38-ാമത്തെ ചോദ്യം. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? എ. കൃഷ്ണ. 39-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഡി. വളപട്ടണം. 40-ാമത്തെ ചോദ്യം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? എ. പുന്നമടക്കായൽ. 41-ാമത്തെ ചോദ്യം. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് എ. കോളറ. 42-ാമത്തെ ചോദ്യം.
പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? സി. ലാക്റ്റിക് ആസിഡ്. 43-ാമത്തെ ചോദ്യം. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തതേത്? ഇതിൽ സാംക്രമിക രോഗമല്ലാത്തതേത്? ബി. ക്യാൻസർ. ടൈഫോയിഡ്, മന്ത്, എയ്ഡ്സ് എന്നിവ സാംക്രമിക രോഗങ്ങളാണ്. 44-ാമത്തെ ചോദ്യം. ECGയുടെ പൂർണ്ണരൂപം. ECGയുടെ പൂർണ്ണരൂപം. എ. ഇലക്ട്രോ കാർഡിയോഗ്രാം. 45-ാമത്തെ ചോദ്യം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഡി. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. 46-ാമത്തെ ചോദ്യം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. 47-ാമത്തെ ചോദ്യം. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? സി. പോപ്പി ചെടി. 48-ാമത്തെ ചോദ്യം. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം. ബി. എംഫിസിമ. 49-ാമത്തെ ചോദ്യം. ശരിയായ ജോഡി ഏത്? 1 ജീവകം എ, 2 ജീവകം ബി, 3 ജീവകം സി, 4 ജീവകം ഡി. 1 ബറിബറി, 2 സ്കർവി, 3 നിശാന്തത, 4 രക്തം കട്ടപിടിക്കൽ, 5 റിക്കറ്റ്സ്. സി. 1 3 2 1 3 2 4 5. ജീവകം എ നിശാന്തത, ജീവകം ബി ബറിബറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ്. 50-ാമത്തെ ചോദ്യം. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമൊരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമൊരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ബി. ശ്വേതരക്താണുക്കൾ. 50 ക്വസ്റ്റ്യനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 50 ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ടോപ്പിക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.